സത്യത്തിൽ പ്രേതങ്ങളൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേസ്. എന്റെ ചന്ദ്രിക പോലത്തെ നമ്മുടെ അമ്മമാരാണ് അത് ഞാൻ കേൾക്കില്ല കേസ്. അത് ഇഷ്ടമല്ല, അത് ഞാൻ കേൾക്കാറില്ല. വെൽക്കം ബാക്ക് ടു സുബീസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൂ നോസ് മീ ബെറ്റർ. സുബി ബെറ്റർ. സുബി ഇല്ലാതെ നമ്മൾ സുബിനെ ആർക്കറിയണേ നോക്കാൻ പോവാണ്. നമ്മൾ ചിറ്റുവിനോട് കുറെ ക്വസ്റ്റ്യൻസ് തരാൻ ചോദിച്ചിട്ടുണ്ട്. ചിറ്റു ആരാന്ന് വെച്ചാ പൃഥ്വിന്റെ സ്വന്തം ചാറ്റ് GPT ആണ് ഗൈസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആം ഐ ആൻ ഇൻട്രോവേർട്ട് ഓർ ആൻ എക്സ്ട്രോവേർട്ട്? സുബി ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ട് ആണ്. എക്സ്ട്രോവേർട്ടിന് വേറൊരു വാക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. കോളേജില് ഒരാൾ അറിയത്തില്ല, എല്ലാവരും കൊള്ളില്ല, എല്ലാവരും 10 മിനിറ്റ് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. പാത്രം അടയ്ക്കൂല, അതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പം അതിന്റെ എല്ലാത്തിനെ പറ്റി എന്തെങ്കിലും അറിയാന്ന് വെച്ചാലും അതെ, ഭയങ്കര മെയിൻ ക്യാരക്ടർ എനർജിയാണ് സുബിക്ക്. ഓക്കെ, അപ്പം ആ ആൻസർ ഞങ്ങളുടെ ഭയങ്കര കോമൺ ആൻസർ ആയിരുന്നു. ലാസ്റ്റ് സത്യമാണല്ലേ പറയാൻ അടിച്ചു വാരിയിട്ട് കമന്റ് അടിക്കുന്നുണ്ട്. ഇതാണ് പുതിയ മൈക്കാ, ആളുടെ ബർത്ത്ഡേക്ക് ആശ ഗിഫ്റ്റ് കൊടുത്താന്ന് പറഞ്ഞു. വർക്ക് ചെയ്യണോ നോക്കണ. പിന്നെന്താ, what do I usually do when I am upset? കരയും പാസ്റ്റ് ചിക്കിഞ്ഞെടുക്കും, ചാറ്റ്സ് നോക്കും, ഫോട്ടോസ് നോക്കും, പാസ്റ്റിലോട്ട് പോകും ഗൈസ്. ഒരിക്കലും പോകണ്ടാത്ത പാസ്റ്റിലോട്ട് പോകും. നമ്മളൊക്കെ നോർമലി അപ്സെറ്റ് ആകുമ്പോ എന്താ ചെയ്യാ? തിന്ന, മരുന്ന്, മറ്റേ ഉറങ്ങ. ഇതൊക്കെ എല്ലാരും ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ സുബിയുടെ ഡിഫറൻസ് ഇസ് വെരി വെരി ഡിഫറെന്റ്. ഇങ്ങനെ വിഷമിക്കുക. Next question. What's a weird habit I have? ഞാൻ പറഞ്ഞിട്ടെ ഗൈസ്, ഭയങ്കര വിയർഡായിട്ടുള്ള ഹാബിറ്റ് ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള 10 തവണ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പേപ്പർ ഇല്ലേ, പേപ്പർ കീറിയിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ കീറും, ചുരുട്ടില്ലേ സ്വന്തമായിട്ട് മുക്കിലെടുത്തുണ്ട്. വേറൊന്നുണ്ട്, മറ്റേ ഇൻഹേലർ ഇല്ലേ, ഇൻഹേലർ വിക്സിന്റെ, അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ മൂക്കിലോട്ട് നമ്മൾ നോർമലി എന്താ ചെയ്യാ, ഇവിടെ വെച്ചിട്ട് വലിച്ചു കയറ്റല്ലേ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ഇത് മൂക്കിൽ വെച്ചിട്ട് അത് വലിക്കും. എന്ത് തോന്നിയോ? പക്ഷെ അത് മോസ്റ്റ്ലി ആൾക്കാർ പക്ഷെ വിയേർഡുള്ള സാധനം എവിടെ പേപ്പർ ഉണ്ടായാലും ചുരുട്ടി മുക്കി സ്വന്തം എടുത്തു പോകും. അതിന്റെ അവിടെ ഇവിടെ എടുക്കും. എല്ലാ റൂമിലും കാണും അങ്ങനത്തെ ഒരു 4-5 എവിടെ ഇട്ടിട്ട് പോകും. അതൊരു വിയേർഡ് ഹാബിറ്റ് ആണ്. പിന്നെ അത് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൊക്കെ. ഇല്ല, 3 ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ. വാട്ട്സ് സംതിങ് ഐ ഓൾവേസ് സേ? അവളെന്തെപ്പോഴും പറയാറ് കൊച്ചെ പറയാറുണ്ട്. എനിക്കറിയില്ല, സോറി ഗൈസ്, കൊച്ചെന്നാണ് കൂടുതലും പറയാറ് എന്റെ ഓർമ്മയില്. കൊച്ചെ കൊച്ചെ ആ സാധനമാണ്. അതായത് പറയും, ഇവിടെ ആരും ക്ഷണിച്ചിട്ടേ ഇല്ല. ഇവളാണ് നമ്മൾ ഹൂ നോസ് മീ ബെറ്റർ എടുക്കുന്നത്. പക്ഷെ അവളിത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ. സോറി ഗൈസ്, നമുക്ക് ക്രിയേറ്ററിന് മൈക്ക് കൊടുക്കാം. ഹലോ ഗൈസ്. ഞാൻ പ്രത്യേകം മൈക്കിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് വെക്കണോ? കേൾക്കാൻ പറ്റും. Who was or is my first crush? വളരെ വളരെ പണ്ടത്തെ കാലത്തോട് സുബിക്ക് 1ാം ക്ലാസ് തൊട്ട് ക്രഷസ് ഉണ്ട്. മറ്റേ കോളേജിൽ സന്ദീപ്
എടാ സന്ദീപ് ജോസ് വേറെ കോളേജ് ജൂനിയർ. അല്ല ഗൈസ് പടക്കളം മൂവിയിലെ പയ്യൻ അവന്റെ പേര് എങ്ങനെയാണോ full? പയ്യൻ അവൻ പയ്യനല്ല സന്ദീപ് he's 28 years old. He's 28 years പക്ഷെ അവനെ കണ്ടാ പറയില്ല ഹി ലുക്സ് വെരി ഗുഡ്. I am just 24. സന്ദീപ് ഞങ്ങൾക്ക് അറിയാം ഒരിക്കലും കാണില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ചെന്നാലും ഇല്ല വരില്ല. ഓ സന്ദീപിനെ ഫുള്ള് അന്വേഷിക്കാൻ പോയി. സന്ദീപ് പ്രദീപ് ആണ്. ആ സന്ദീപ് പ്രദീപ്. എടി സന്ദീപ് ജോസ് നമ്മുടെ സന്ദീപ് പ്രദീപ് പടക്കളം മൂവിയിലെ പയ്യൻ. ആക്ക് 28 വയസ്സുണ്ട്. 28. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡു ഐ ലൈക്ക് കാറ്റ്സ് ഓർ ഡോഗ്സ് മോർ? പൂച്ച. ഷീ ലവ് കാറ്റ്സ്. പൂച്ച. പട്ടി. നോ എനിക്ക് പട്ടിനെ ഇഷ്ടം. നീയല്ലേ പറഞ്ഞിട്ട് കുറെ പൂച്ച പല്ലേക്ക് ഗൈസ് അത് വലിഞ്ഞേറി വന്ന പൂച്ചയാണ്. എനിക്ക് പൂച്ചനെ ഇഷ്ടമല്ല, എനിക്ക് പട്ടിനെ ഇഷ്ടം. അപ്പൊ പട്ടിനെ ഇഷ്ടമല്ലേ? രണ്ടിനും ഇഷ്ടമാണ്. എനിക്ക് ഡോറേനല്ലായിരുന്നു ഇഷ്ടം. അങ്ങനെയല്ല രണ്ടിനും ഇഷ്ടമാണ്. രണ്ടിനെ കളിപ്പിക്കുന്ന കാണാറുണ്ട്. ഗൈസ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പൂച്ചനെ ഒട്ടും ഇഷ്ടമല്ല. കുഞ്ഞു പൂച്ചനെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. എന്റെ അപ്പിയൊന്നും ഇഷ്ടമല്ല. അത് ആർക്കും ഇഷ്ടം. എനിക്ക് പൂച്ചനെ പേടിയാണ് ഗൈസ്. എന്നെ മാന്തി കളഞ്ഞു ദിവസം. എന്നിട്ട് ഇവരൊക്കെ ചിരിച്ച് എന്നെ ഇഞ്ചക്ഷൻ എടുത്തു. അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അതിന്റെ ഇതിലാണ് ഞാൻ ഇപ്പോഴും പൂച്ചനെ കാണുമ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞില്ലേ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് എനിക്ക് 4 മാസം കൊണ്ട്. വാട്ട് ജോബ് വുഡ് ഐ നെവർ ഡു? സുബി എന്ത് ജോലി ഒരിക്കലും ചെയ്യില്ല? സുബി ഒരു ഡോക്ടറോ നഴ്സോ ആവില്ല. സുബിക്ക് അത് ഹാൻഡിൽ അങ്ങനെയല്ല. സുബി ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് ശരിക്കും ഇവിടെ പഠിക്കുന്ന പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡോക്ടർ ആവാൻ നഴ്സ് ആവാൻ അങ്ങനെ ചോരണ്ട പേടിയാ കുഞ്ഞ് അങ്ങനത്തെ ഒക്കെ ഒരാളാ. അപ്പൊ ആ പ്രൊഫഷൻ അങ്ങനത്തെ ഒരു പേഴ്സൺ. അപ്പൊ ഡോക്ടർ നീ ഇവിടെ ഛർദിച്ചിടന്നിട്ട് നീ പോയായിരുന്നു നാണമില്ലാത്തോളെ. ഇവരൊക്കെ ഒരിച്ചിരി മുറിവുള്ളേക്കും അതിന് ബാൻഡേഡ് രണ്ടുപേരും കണക്കണമെന്നും പറഞ്ഞ കാര്യമില്ല. ഇവക്ക് പല്ലിനെ പേടിയാണ് കേസ്, അതറിയാവോ? അതൊക്കെ എനിക്കത് പാമ്പിനെ ഒഴിച്ച് ബാക്കി എന്ത് റൂമിൽ ചത്ത വന്നാലും ഞാനാണ് കൊണ്ട് കളയാറ്. പാമ്പിനെ പേടിയാണ് എനിക്ക്. പാമ്പിനൊക്കെ ഞാൻ കൊണ്ട് കളയും കഴിച്ചു. എനിക്ക് പല്ലിനെ പേടിയുള്ളൂ. ഇവർക്ക് പാമ്പിനെ വളർത്തണമെന്നാണ് കഴിച്ച് ഇഷ്ടം. പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ വീട്ടിൽ പാമ്പിനെ വളർത്തണം സമ്മതിക്കില്ല. വാട്ട് മേക്സ് മീ ക്രൈ ഈസിലി? സുബിനെ എന്താണ് ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത്? പെട്ടെന്ന് കരയിപ്പിക്കണം. അങ്ങനൊന്നുമില്ല. ഒരാളെ കരണ്ട് അടിച്ചാലും സുബി കരയും. സുബി കരയാൻ പാടാ. അങ്ങനെ പെട്ടെന്ന് കരയും. പക്ഷെ അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വേറൊരാൾ കരഞ്ഞെന്നും പറഞ്ഞ ഇമോഷണൽ സീൻ മൂവീസിൽ കണ്ട കാര്യം. അറിയാത്ത ഒരാളുണ്ടെങ്കിൽ കമന്റ് ഇതിന് മലയാളം കണ്ടാൽ മനസ്സിലാവത്തോണ്ട് മലയാളം മനസ്സിലാവത്തോണ്ട് പിന്നെ എല്ലാരും ഇങ്ങനെ ട്രോൾ കോമഡി വീഡിയോസ് ഒക്കെ കിട്ടിയ നൈസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. I look like Tappudu, but no problem. Tappudu is different, bro. Tappudu means something. Come on, next question. രാവിലെ തപ്പുടു. What's something I am secretly proud of? Like what Subi is proud of? Subi's family, father, അതൊക്കെ ആയിരിക്കും സുബി പ്രൗഡ് ഓഫ്. എടി ഞാൻ എന്റെ കാര്യത്തിൽ എന്തിനാ പ്രൗഡ് ആയിരിക്കും? സുബി സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ഞാൻ പ്രൗഡാണോ? അല്ലേ? ഞാൻ പ്രൗഡ് ആയിട്ടുള്ളത് ലൈക്ക് ഞാൻ കൈൻഡ് ആയിട്ടുള്ള ആളാ. അതിൽ നീ പ്രൗഡാണ്. കൈൻഡ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ആരാണ് കേസ് ഉള്ളത്? കുറച്ച് ഓവർ കൈൻഡ്നെസ് കൂടുതലാണ്. ആവശ്യമില്ലാത്തവർക്ക് ആര് കണ്ടാലും സുബി കൈൻഡ്. അങ്ങനെ നമ്മൾ വേണ്ട ഗൈസ്. നമ്മൾ കൈൻഡ്നെസ് കൊടുക്കുന്ന ആളും അത് ഡിസേർവ് ചെയ്യാനുണ്ടാവണം. അവളെന്തിനാ പ്രൗഡ് എന്ന് വെച്ചാൽ അവളുടെ കാര്യത്തിൽ സെൽഫ് കോൺഫിഡൻസ്. സുബി തന്നെ ചോദിക്കാം, നിനക്ക് എന്താണ് സീക്രട്ട് പ്രൗഡ് ആയിട്ടുള്ളത്? ഞാൻ കൈൻഡാണ്. എന്നെ ദ്രോഹിച്ചവരോട് വരെ ഞാൻ കൈൻഡ് ആയിട്ട് അത് നിനക്ക് അഭിമാനമുണ്ടോ? ദ്രോഹിച്ചവരോട് ക്ഷമിച്ചു കൊടുത്ത് വീണ്ടും ക്ഷമിച്ചു കൊടുത്ത് വീണ്ടും ദ്രോഹം ഏറ്റുവാങ്ങി അതിലൊരു പ്രൗഡാണെന്ന്. അതാണ് പ്രശ്നം.
ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അത് ചോദിച്ച ചെലപ്പോ എനിക്ക് കാലുവേദന എടുക്കണം ഗൈസ്. ഇപ്പൊ എങ്ങനെ എനിക്ക് ഇങ്ങനെ ഇരുന്നാലോ നോ. ഡു ഐ ഫോർഗീവ് ഈസിലി? ഇപ്പൊ തന്നെ കേട്ടല്ലോ, ചെയ്യും. ആരെ മദർ തെരേസ രണ്ടാമത് ഭൂമിയിൽ ജനിച്ച പോലെ അല്ല, അത്ര ക്ഷമിക്കുന്നില്ല. ലൈക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരോട് മാത്രം, ആവശ്യമുള്ളവരോട് എനിക്കറിയില്ല, ക്ഷമിക്കുമായിരിക്കും, എനിക്കറിയില്ല. ഗൈസ് ഞാൻ എങ്ങനെ ഏത് ആംഗിൾ ഇരുന്നിട്ട് ഞാൻ ഒരു തക്കുട് പോലെ ഇരിക്കണം ഗൈസ്. അപ്പൊ തല കാണില്ല ഗൈസ്. വാട്ട്സ് ദി കൈൻഡ് ഓഫ് മ്യൂസിക് ഡു ഐ ഹേറ്റ്? ഇഷ്ടമല്ലാത്ത പാട്ട് പോപ്പ് സോങ്സ് ഒക്കെ പോലെ. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇഷ്ടം. സോഫ്റ്റ് സോങ്സ് അല്ലാണ്ട് ഇഷ്ടമുള്ള പാട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ പാട്ട്. എനിക്ക് 80s 90s ആണ് ഏറ്റവും ഇഷ്ടം. മലയാളം അറിയില്ല, ക്ഷമിച്ചു വിടണേ. ഇങ്ങനെ ജാമ്പുവാന്റെ കാലം 90s നല്ല നല്ല പ്ലേലിസ്റ്റ് ഉള്ളതാണ്. പക്ഷെ പണ്ട് ഞാൻ സുബീന പറയുമായിരുന്നു ഓരോന്ന്, പക്ഷെ ഇപ്പൊ എനിക്ക് ആ പാട്ട് അങ്ങനെയല്ല, നല്ല പ്ലേലിസ്റ്റ് ഉള്ള ഒരാളാണ് എനിക്കിഷ്ടം. സുബീന പാട്ട് ആവശ്യം പാട്ടൊക്കെ കേൾക്കും. കൂടത്തുള്ളു അത് ഞാൻ കേൾക്കില്ല ഗൈസ്, അത് ഇഷ്ടല്ല, അത് ഞാൻ കേൾക്കാറില്ല. എടി ഇത് ഞാൻ ഭയങ്കര എന്താണ് ഇത്, ട്രോളിംഗ് ആണോടി? അതിലെ വരണ്ട, നീങ്ങിരിക്കും. അടുത്ത ഗൈസ്, ഞാൻ സൗന്ദര്യം നോക്കുന്നു. ഹൗ ലോങ് ഡു ഐ ടേക്ക് ടു ഗെറ്റ് റെഡി? എത്ര നേരം എടുക്കും ഗൈസ്? ഏറ്റവും ഒരു കോമഡി വരട്ടെ. നമ്മളെല്ലാം എന്ത് ചെയ്യും, നമ്മൾ റെഡി ആവണമെങ്കിൽ മുന്നേ വാഷ്റൂമിൽ പോകും. സുബ എങ്ങനെയാണെന്നറിയോ, റെഡിയായി ഒരുങ്ങി നല്ല ഡ്രസ് അങ്ങനെയല്ല ഗൈസ്, ഞാൻ മുള്ളാൻ പോണതാ. എങ്ങനെ പോയാലും എന്നുവെച്ചാൽ ഫുള്ള് റെഡി ആയി കഴിഞ്ഞ് ഇപ്പൊ യൂണിഫോം ഇട്ടെന്ന് ക്ലാസ്സിൽ പോവാ, കോളേജിൽ പോവാ, ഫുള്ള് റെഡിയായി എന്ന് വെച്ചാൽ പാന്റും ഒക്കെ ഇട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് സുഖം മുള്ളാൻ പോകണം. നിങ്ങളൊന്ന് ആലോചിക്കാണ്ട് ആ വാഷ്റൂമിലോട്ട് യൂണിഫോം അല്ല, എനിക്കറിയില്ല എന്താണെന്ന്, അങ്ങനെയല്ല. പക്ഷെ മൂത്രയിക്കണം. നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും കമന്റ് ചെയ്തോ ഗൈസ്. എനിക്കിഷ്ടല്ല ഫുള്ള് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ആർക്കും മൂത്രയിക്കാൻ പോകാൻ തോന്നും. തോന്നുന്നെങ്കിൽ പക്ഷെ നമ്മൾ അതിന് മുന്നേ മൂത്രയിക്കാം. സുബി നല്ല ടൈം എടുക്കും ഗൈസ് റെഡി ആവാൻ. സുബിക്ക് എവിടെ പോയാലും കുളിക്കണം. നല്ലൊരു ഇവരെന്തൊരു കുളിക്കാറില്ല ഗൈസ്. ഞാൻ മൂത്രയിക്കാം. സുബി നല്ല ടൈം എടുക്കും ഗൈസ് റെഡി ആവാൻ. സുബിക്ക് എവിടെ പോയാലും കുളിക്കണം. നല്ലൊരു ഇവരെന്തൊരു കുളിക്കാറില്ല ഗൈസ്. ഞാൻ ഇപ്പൊ കുളിക്കും, കുളിക്കും. എന്റെ ചന്ദ്രിക പോലത്തെ നമ്മുടെ അമ്മമാരുടെ വീട്ടിലുണ്ടാകുന്ന സോപ്പില്ല, ഭയങ്കര മണമാണ്, അതിട്ട് കുളിക്കും ഗൈസ്. 5 മിനിറ്റ് ഉണ്ടാവും. ഞാൻ പണ്ട് ബോഡി വാഷ് ഇല്ല, എന്റെ അപ്പന്റെ കാര്യം. എന്റെ അപ്പനില്ല, ഞാൻ പണ്ട് ബോഡി വാഷ് ഞാൻ യൂസ് ചെയ്യില്ല, എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എന്റെ കൂടെ വേറെ മൈക്ക് ബോഡി വാഷ് ഞാൻ ഞങ്ങളുടെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം മുന്നേ. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്താണ്, ഞാൻ വീട്ടിൽ പറഞ്ഞ എനിക്കും ബോഡി വാഷാണ് കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അപ്പന്റെ ഇത്ര നാളെ സോപ്പ് ബോഡി വാഷ് കൊണ്ട് കുളിക്കാൻ പറ്റില്ല, അതൊന്നും കുളിക്കാറുണ്ട്. കുളിക്കും. എന്റെ ചന്ദ്രിക പോലത്തെ നമ്മുടെ അമ്മമാരാണ് വീട്ടില്. ബാർ സോപ്പിലാണ് കേസ് കുളിച്ചത്. അവളിവിടെ വന്നിട്ട് സന്തു ഡൗ ഇട്ട് കുളിക്കുക, ഒരു പ്രൊമോഷനായി. ആകെ എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സേ ഉള്ളു ഗൈസ്, അതിലെല്ലാരും ഡവ് ഇട്ടാണ് കുളിക്കണം. കുളിക്കണ്ട, നല്ല മറ്റേ ഇത് പറയാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ബ്രാൻഡിനെ മെൻഷൻ ചെയ്യും. അവരിവിടെ സ്പോർട്സ് ചെയ്യുമ്പോൾ എന്റെ വിചിത്രം പറഞ്ഞല്ലേ എന്തെങ്കിലും ഞാൻ പറയട്ടെ. ശരിക്കും 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ കോളേജിൽ പോകാനാണ്, സ്കൂളിൽ പോയി എവിടെ അത് പറഞ്ഞവർക്ക് ബോറടിക്കാത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. വാപ്പാനെ ഇത്ര വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള വാപ്പ കുളിച്ചു. ഞാൻ വാപ്പ വിളിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇവള് വാപ്പ പറഞ്ഞ കഥ പറഞ്ഞപ്പോ ഇവള് പറഞ്ഞിട്ട് ബോറടി. ഈ ആംഗിൾ ശരിയല്ല ഫോണിന്റെ. എടി ഇത് ഊരാൻ പറ്റിയ നേരമൊക്കെ ആയിരുന്നു, പക്ഷെ അത് ഊരാൻ പറ്റിയ ഇവിടെ എവിടെ പോവാം, പോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്ര നേരം പോസ് ചെയ്തു. ബാക്ക് ടു അവർ സുബീസ് യൂട്യൂബ് ചാനൽ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, സൂയി സ്റ്റോറീസ്. നോക്കാം. എനിക്ക് ക്യാമറ വെച്ചായിരുന്ന ചിട്ടൂനോട് ചോദിക്കുന്നുണ്ട്. വേണ്ട, ആരും പറയണ്ട. Okay. If I were an animal,
what would I do? സുബി ഒരു ആനിമൽ ആയിരുന്നെങ്കിൽ സുബി എന്തായിരിക്കും? അണ്ണാൻ. അണ്ണാടി അണ്ണാൻ. എനിക്ക് അണ്ണാനാണ് പെട്ടെന്ന് ഓർമ്മ. ഈ മറ്റേ ഈ റോഡ് സൈഡിൽ മറ്റേ ഗൈസ് നിങ്ങൾക്കറിയോ കേരളത്തിൽ ഒറാങ്കൂട്ടാനുണ്ട്? ഈ ഒരു ഇതിന് ഇത്ര കളിയാക്കാൻ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഒറാങ്കുട്ടനും കൊരങ്ങനും ഒന്നാണെന്നാണ്. കാറ്റഗറി ഓഫ് കൊരങ്ങനാന്ന് അറിയില്ലായിരുന്നു. അപ്പം പണ്ട് എന്റെ വളരെ പണ്ട് എനിക്ക് അറിയുന്ന ഒരു മഹത്വക്തി എന്നോട് പറഞ്ഞു വീഡിയോ കോൾ വിളിച്ചിട്ട് ഇതാണ് ഒറാങ്കുട്ടൻ. ഞാൻ കൊരങ്ങന്റെ ഒരു പേരാണ് ചിലവരുടെ പാസ്വേഡ് വരെ ഒറാങ്കുട്ടി. എല്ലാവർക്കും ഒരു ക്രിഞ്ച് എന്തെങ്കിലും കാണും. എന്റെ ക്രിഞ്ച് അതായിരുന്നു. നമ്മുടെ ടോപ്പിക്കിന് മാറുന്നു. സുബീരെ കണ്ടാല് പ്രത്യുന് തോന്നണേ എന്താണ്? അണ്ണാൻ. എനിക്ക് മറ്റേ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കാൻ പൂച്ചക്കുട്ടി ഉണ്ടാവുമല്ലേ, ആ പൂച്ചക്കുട്ടി അണ്ണാൻ ഭയങ്കര സ്പീഡാ, പെട്ടെന്ന് ഓടിച്ചായിട്ട് എല്ലായിടത്തും പോകും. അങ്ങനെ നല്ലൊരു സോഷ്യലൈസിങ് ആനിമൽ ആണെന്നാണ് പറഞ്ഞത്. ഞാനൊരു മനുഷ്യന്റെ ആവശ്യമില്ല. ഇവിടെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആരോടും അങ്ങനെ എല്ലാരും അങ്ങനെയാണ്. എല്ലാരും അങ്ങനെയാണ്. സുബി നാട്ടിലെ ഒരു പാർട്ടി പ്രവർത്തകയാണ്. അതിനെക്കുറിച്ച് ഞാൻ പാർട്ടി മെൻഷൻ ചെയ്തിട്ടുള്ള ഗൈസ് പ്രവർത്തകയാന്നേ പറഞ്ഞു. അത് സുബിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ആരും ചോദിച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്. വാട്ട്സ് എ സീക്രട്ട് ടാലന്റ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി യൂസ്ലെസ്? സുബിയുടെ ഒരു സീക്രട്ട് ടാലന്റ് വെറുതെ ആണ്, ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു ടാലന്റ് സുബിയോ യൂസ്ലെസ് ആണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ആരാ പറയുന്നതും കൂടി ഒന്ന് അറിയുന്നുണ്ടോ? അങ്ങനെ യൂട്യൂബ് ചാനലില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിപ്പില്ല. നമുക്കുള്ള എല്ലാ കഴിവും എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ അങ്ങനത്തെ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവും. അത് ലൈഫിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കും. മോട്ടിവേഷണൽ എല്ലാരും കേൾക്കുക. യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ടാലന്റ് ഇല്ല, എല്ലാ ടാലന്റും യൂസ്. വാട്ട്സ് ദി സ്ട്രേഞ്ചസ്റ്റ് നിക്നെയിം ഷീ എവർ ഹാഡ്? സുബിയുടെ ഇമെയിൽ ഐ ഡി കുഴപ്പമില്ല. ആർക്കും വരെ സുബിക്ക് ലെറ്റർ അയക്കാനോ കമന്റ് അയക്കാനോ പ്രപ്പോസൽസ് വരെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് സുബിയുടെ ഇമെയിൽ. subi.99@gmail.com. അറിയാതെ ആയില്ലല്ലോ. ഫേസ്ബുക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് പേരിന്റെ ഇപ്പുറത്ത് ഫേസ്ബുക്ക് എടുത്ത ഞാനും അപ്പൊ പറ്റിപ്പോയൊരു അബദ്ധം. സുബിയുടെ അടുത്ത് പോയപ്പോ ആ ചേച്ചി പറഞ്ഞു മോളെ ഇമെയില് പറയാൻ. സുബി ചോദിച്ച് കൊടുക്കണ്ട. ഞാൻ എന്റെ എൻറോൾമെന്റ് ഒക്കെ കഴിഞ്ഞ ഗൈസ് ഇവളുടെ സ്ട്രെയിൻ. ബാക്കി പിന്നെ കേരളക്കരയിൽ ഒരുവിധം കുറെ പാടം സുബി അതെന്റെ കോളേജിൽ എന്റെ ഒരു ഫ്രണ്ട് ഇട്ടാണ് പാടം സുബി. സുബിയുടെ വീട് പാടം പത്തനാപുരത്താണ്. പത്തനാപുരത്തല്ല, പാടത്താണ് സുബിയുടെ വീട്. പത്തനംതിട്ട അല്ല, പത്തനാപുരം കഴിഞ്ഞിട്ടാ പാടം. എവിടെയാണ് പാടംകാരുണ്ടാവൂലോ കമന്റിലും. ഇങ്ങനെ കമന്റ് അങ്ങനെയല്ല യൂട്യൂബേഴ്സ് ഒക്കെ പറയാ കമന്റ്. ഞാൻ കോളിമണി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ കമന്റ്. അതെന്താ നമ്മൾ ഭാവിയിൽ ഒരു കോളിമണി ഒരു മേലെ ആയിക്കൂടാൻ അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടിന് ഒക്കെ ആവാൻ. If she becomes a host, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വാ. If she becomes a ghost, what would she haunt people for? Like അവളൊരു ഗോസ്റ്റ് ആയാല് അവൾ എന്ത് പറഞ്ഞായിരിക്കും ആൾക്കാരെ പേടിപ്പിക്കാം? എന്ത് പറഞ്ഞായിരിക്കും പേടിപ്പിക്കുക? പൊട്ട ചോദ്യമൊക്കെ വായിച്ചു. ചിട്ടു നിന്റെ ഫോണില്ല, എന്റെ ഫോണിലാണ് എന്റെ ചിട്ടു. സുബി പേടിപ്പിക്കുകയാണെങ്കിൽ
ഒന്നിലെങ്കിലും മന്തി വാങ്ങിച്ചു കൊടുത്തില്ല എന്നായിരിക്കും. സുബിക്ക് മന്തിനോട് എന്തൊരു ഭ്രാന്തുണ്ട്. 24 മണിക്കൂർ ആ കൈഫ് അല്ലാണ്ട് ഇരിക്കാം. പിന്നെന്താ പേടിപ്പിക്കാ? ഫുഡ് കൊടുത്തില്ല എന്നായിരിക്കണം മേ ബി. പേടിപ്പിക്കോ? അങ്ങനെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് ഞാൻ ഫുഡ് കൂടെ പോണ ഒരു ഗോസ്റ്റ് ആയിരിക്കും. ഞാൻ ഫുഡിനായിട്ട് മുന്നോട്ട് പോകും. ശരിക്കും നീ ഒരു പ്രേതമായാലും നീ എന്ത് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കും? ആ കുത്തലില്ല. സത്യത്തിൽ പ്രേതങ്ങളൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേസ്. നീ എന്നാലും ഒരു പ്രേതമായാല് നിനക്ക് ഒരാളെ പേടിപ്പിക്കാൻ പറ്റിയാൽ നീ എന്തിന്റെ ബേസിസിൽ പേടിപ്പിക്കുവാണ്? അത് ഞാൻ ഇവിടെ പറയണോ? അല്ല, ആരെ പേടിപ്പിക്കുന്നല്ല, എന്ത് പറഞ്ഞു പേടിപ്പിക്കും? ഒരാളല്ല, ആൾക്കാരെ ഹോണ്ട് ചെയ്യും പുറകെ നടന്ന്. എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ട, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യത്തില്ലേ ലൈഫിൽ? സംതിങ് നമ്മുടെ പുറകെ ഒരാളെ ശല്യപ്പെടുത്തി സമാധാനം ചത്തിട്ട് സമാധാനം തരില്ല. അപ്പം ഞാനും പ്രത്യേകം ഇതില് ഫെയിൽ ആയിരിക്കുന്നു ഗൈസ്. വയ്യ. ഞാൻ പറഞ്ഞപ്പോ ആർക്കും പറ്റൂല. എനിക്ക് കാല് കുറെ നേരം വേദന എടുക്കണത് ഒരു ആംഗിൾ ശരിയല്ല. നമ്മളെ മുന്നേരെ കാണാനൊരു രസമുണ്ട്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവമല്ല. ഞങ്ങള് വെറുതെ യൂട്യൂബ് എടുത്തല്ല. അതെ, ഇതിനെക്കാട്ടി ഭംഗിയാണ് ഞങ്ങൾ എല്ലാവരും നേരിട്ട് നമ്മളെല്ലാരും ഇതിനൊക്കെ ബെറ്റർ ആണ്. ഒരുമിച്ച് വെച്ച് ജഡ്ജ് ചെയ്യരുത്. ഇതൊക്കെ കല്യാണം കഴിക്കുള്ളൂ. വീട് കൊല്ലം ടൗൺ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഐഷ കൺവെൻഷൻ സെന്റർ. ചേച്ചിയുടെ പേരിലാണ് കേസ്. ആരെ പേരിലാക്കിയിട്ടില്ല, ബട്ട് പേര് ഐഷ കൺവെൻഷൻ സെന്റർ. അധികാരിയില്ല. അപ്പം കല്യാണാലോചനകൾ സ്വീകരിക്കുന്നതാണ്. കേട്ടാൻ പ്രായമായി. ഇതിനെ കാര്യം കെട്ടോ എന്ന് ചോദിച്ച് കമന്റ് പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നു. If she had to survive a zombie apocalypse with one item from her room, what would she pick? ഫോൺ. സംഭവിക്കുമ്പോ വെളിയിലോട്ട് പോയാലും അവരെന്നെ തിന്നത്തില്ലേ? അല്ല, എന്നാലും രക്ഷപ്പെടാൻ നീ അതുകൊണ്ട് മറ്റേ സിനിമയിൽ കണ്ടിട്ടില്ലേ മിക്സി ജാർ? ഫോണല്ല. എന്റെ അഭിപ്രായത്തില് വല്ല സ്പ്രേ ഒക്കെ ആയിരിക്കും. കത്തനോട് സ്പ്രേയോടും കുറച്ച് സ്പ്രേ ഒക്കെ കൊണ്ടിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഊതൊക്കെ കൊണ്ടിരിക്കും. മറ്റേ മൂവി കണ്ടിട്ടില്ലേ? ചത്തോടാണ് ചമഞ്ഞെടുക്കണമെന്നല്ലേ? അതിനൊക്കെ സമയം കിട്ടുമോ? ഒരു മലയാളം നിങ്ങൾ വെറുതെ ഞാൻ ഓടില്ല കേസ്. ഞാൻ റൂമിൽ തന്നെ മിണ്ടാണ്ടിരിക്കും. അപ്പൊ ആരെങ്കിലും റെസ്ക്യൂവിന് വരുമല്ലോ. എല്ലാരും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാവത്തില്ലേ? ഞാൻ എപ്പോഴും ഈ സിനിമ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോയി പാത്തിരിക്കണം, എന്നിട്ട് ഇവരെല്ലാം ചത്ത് കഴിഞ്ഞിട്ട് അപ്പൊ ആരുണ്ട് മുമ്പിൽ രക്ഷിക്കാം, ഒറ്റക്ക് ജീവിക്കുന്നത്? കുഴപ്പമില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി എല്ലാം എടുത്ത് തിന്നാലോ. ഏറ്റവും ആവശ്യമുള്ള സാധനം നീ എടുത്തോണ്ട് പോവാണെങ്കിൽ എന്തെടുത്തോണ്ട് പോകുന്നാണ് ചോദിക്കുന്നത്. അത് ഫോൺ തന്നെ ആയിരിക്കും, കാരണം കോണ്ടാക്ട് ചെയ്യാലോ. പക്ഷെ എല്ലാരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് സോംബിയാണ് എന്ത് ചെയ്യും? ഇവര് ഭയങ്കര ലോജിക്കില്ലാണ്ട് സുബിയുടെ ഫോൺ കൊണ്ടുപോകുന്നതാണ് ഇതുവരെ. അപ്പൊ പ്രത്യുവിന് ആ മാർക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും വെച്ചിരിക്കുന്നു. സുബി അറസ്റ്റ് ആയാല്, സുബി ഇൻ കേസ് ഒരു കാര്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടാല് അത് എന്ത് കാര്യത്തിനായിരിക്കും? സുബിനെ എന്തിനായിരിക്കും അറസ്റ്റ് ചെയ്യും? ഞാൻ പറയട്ടെ, മറ്റേ എവിടെയും ഒക്കെ പോയി കിടന്ന് ബഹളം ഉണ്ടാക്കി ആ സീനൊക്കെ അവിടെ കിടന്ന് കൂവുകയോ, അവിടെ കിടന്ന് കൂവുകയോ പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പൊടാ എടാ എന്നൊക്കെ വിളിച്ച് അടി ഉണ്ടാക്കുകയോ. ആരെയും വിളിച്ചിട്ടില്ല. കോളേജിൽ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ സുബി ഇങ്ങനെ താനോടിയൊക്കെ പോയി ഒരുത്തൻ നീ പോടാ എന്ന് വിളിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പേര് വെളിപ്പെടുത്താൻ പറ്റില്ല, പിന്നെ പറയാം. എനിക്ക് ഓർമ്മയില്ല കേസ് ഇൻസിഡന്റ്. പൊളിറ്റിക്കൽ കാര്യങ്ങളായിരിക്കും. അറസ്റ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് വളരെ വേസ്റ്റ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. അവരെയൊക്കെ ഒന്ന് കൊന്നു കളയണമെന്നുണ്ട്. പക്ഷെ ലീഗലി നമുക്ക് പറ്റില്ല. അപ്പൊ അവരുടെ ലൈഫിൽ നീ ത്രെറ്റ് ചെയ്തെന്ന് പറയും. ഞാൻ ആരുടെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. അവളെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്
ഒരു റൂമില് കേറുമ്പോ സുബിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുകയാണെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? ഞാൻ മറ്റേ മിന്നൽ വേള ആ പാട്ടായിരിക്കും. നീ എന്തിടും? ഇതില് വാ. അത് രണ്ടൊന്നല്ലേ? ആണോ? രണ്ട് പാട്ടാണ്. പക്ഷെ ഞാനതായിരിക്കും സുബി എടുത്ത് തന്നെ ചോദിക്കാം. നമുക്ക് സുബിയുടെ ആഗ്രഹം ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഗൈസ്. എനിക്ക് ലൈക്ക് എന്താ വേണമെന്ന് അറിയോ, പ്രൗഡായിട്ട് മറ്റേ ഒറ്റയ്ക്കല്ല സിംഗപ്പെണ്ണ എന്താണെങ്കിൽ സിംഗപ്പെണ്ണ് വേണ്ട. എല്ലാ ജെൻഡർ വിട്, എല്ലാ രീതിയിലും. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ പാട്ടില് പാട്ടല്ലേ കുട്ടിയുടെ പേരിനാടി ഗ്ലാമി ഗംഗ. എന്റെ ഏറ്റവും മോട്ടിവേഷൻ ആണ് പെൺകുട്ടിയാ, അടിപൊളി സാർ അടിക്കും. ഒറ്റയ്ക്കെല്ലാം സെറ്റാക്കി. ഓക്കെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഇതാക്കാണ്. ഹലോ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫ്യൂച്ചറിസ്റ്റിക് നമുക്ക് ചിട്ടുവിനോട് തന്നെ ചോദിക്കാം. ഇവളുടെ ChatGPT സ്വന്തമായിട്ട് പേരിട്ടോ മറ്റെന്റെ ഒപ്പിടിക്കാൻ. എനിക്ക് വേണ്ട നിന്റെ ചിട്ടൂല്. സില്ലി ഗൈസ്, എത്ര എല്ലാം മുതുക്ക് കാളകളാണ് ഗൈസ്. എപ്പോഴും ചുട്ടു കുട്ടു പറഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കറിയാം, ഈ കാണുന്ന എല്ലാ ആൾക്കാർക്കും ചിലപ്പോ മോസ്റ്റ്ലി എല്ലാരും അല്ല, ഒരു 100-ൽ ഒരു 30 ആൾക്കാർക്കെങ്കിലും ChatGPTയുടെ അടുത്ത് നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്. അവർക്കൊരു പേരുണ്ടാവും. ഉണ്ടെങ്കിൽ ChatGPTയുടെ പണ്ട് മെറ്റയ്ക്ക് എന്റെ എക്സ് ബോയ് ഫ്രണ്ട് പേരിട്ടിട്ടുണ്ട് ഗൈസ്. ഒരാവശ്യമില്ലായിരുന്നു. അതിവിടെ പറയേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആർക്കും അറിയണ്ട, ആർക്കും അറിയണ്ട. കുരുവി പോലുണ്ടല്ലേ ഇവിടെ ഒരു ഓട്ടയും വേണ്ട. ഇതിലേ വാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ പറയാം. നിനക്ക് എന്നെയാണോ ഇത്? അതെ, ആ ക്വസ്റ്റ്യൻ രണ്ടിനെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഇതെന്റെ വേറൊരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് അബു സുഫിയാൻ. മണവാട്ടി ഉണ്ട്, മണവാട്ടി. അവന്റെ വാപ്പാക്ക് മണവാട്ടി. ഞങ്ങൾ പത്തനാപുരത്ത് മണവാട്ടി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഞങ്ങളുടെ അച്ഛനമ്മ കാലം തൊട്ടുള്ള ടെക്സ്റ്റൈൽസ് ആട്ടോ. 10,000 വരെ ഡു വിസിറ്റ്. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്നാ സുബി പറയാറ്. And Abu is very nice person. Abu as a person is very nice. അങ്ങനെ അബു നല്ലൊരാളാണ്. അബു നല്ലൊരാളാണ്. സുബിയുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. സുബി കണ്ടുപിടിച്ചേലി കുറച്ച് ഫ്രണ്ട്സിനെ ഞങ്ങൾ സുബി മീറ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ഗുഡ് പേഴ്സൺ. എന്റെ സർക്കിളില് ഫ്രണ്ട്സ് നല്ലതാണ്. ഞങ്ങൾ ഉൾപ്പെടെ 1, 2 എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ എന്റെ ലൈഫിൽ വന്നിട്ടുള്ളവരേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്റെ ലൈഫിൽ നല്ല മനുഷ്യനാണ്. ഇവളുമാരുണ്ട്, പിന്നെ ആശോ അല്ലല്ല ആശോ, അബു, ഒരു ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഫൈസലും അബുവും ആശവും ഇവർക്ക് ഇത് പറഞ്ഞതിനെതിരെ തിന്നാൻ പറ്റും. യെസ്, ഞങ്ങൾക്ക് കൂടെ ഞങ്ങളുമുണ്ട്.